അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ ഗർവ് വിളിച്ചോതിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിലേക്ക് വീണ്ടും യുദ്ധത്തിന്റെ കനലുകൾ കോരിയിട്ട ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധപ്രഖ്യാപനങ്ങൾക്ക് താൽക്കാലിക വിജയങ്ങളുടെ തിളക്കമുണ്ടാകാം. 3 മാസം മുമ്പ് ഇസ്രായേലുമായി കൈകോർത്ത് ഇറാന് നേരെ അഴിച്ചുവിട്ട സംയുക്ത വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയെന്ന ട്രംപിന്റെ വീമ്പു പറച്ചിലുകൾ അമേരിക്കയിലെ അധികാര നാട്യങ്ങൾക്ക് വീര്യം കൂട്ടുന്നുണ്ടാകാം. യുദ്ധഭൂമിയിലെ ഈ താൽക്കാലിക മേൽക്കൈ ഒരു മഹാവിജയമായി അമേരിക്ക ആഘോഷിക്കുമ്പോഴും ആഗോള രാഷ്ട്രീയത്തിന്റെ അണിയറകളിൽ ഉയർന്നു കേൾക്കുന്നത് അമേരിക്കയുടെ പതനത്തിന്റെ മുഴക്കം തന്നെയാണ്. തോക്കുകളും മിസൈലുകളും കൊണ്ട് നേടിയെടുക്കുന്ന ഇത്തരം വിജയങ്ങൾ വെറും മരീചികയാണെന്നും യഥാർത്ഥത്തിൽ ഭൗമരാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ട്രംപ് നടത്തിയത് അമേരിക്കയുടെ തന്നെ കഴുത്തറക്കുന്ന നീക്കങ്ങളായിരിക്കുമെന്നുള്ള ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. ഒരു യുദ്ധത്തിന്റെ വിജയം നിർണ്ണയിക്കപ്പെടുന്നത് അവിടെ പൊട്ടിച്ചിതറുന്ന ബോംബുകളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് അത് സൃഷ്ടിക്കുന്ന ദീർഘകാല തന്ത്രപരമായ രാഷ്ട്രീയ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെയാണ് ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ പിഴയ്ക്കുന്നത്. ഇറാനെ തളർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കയ്ക്ക് ഈ യുദ്ധം സമ്മാനിക്കുന്നത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ പൂർണ്ണമായ തകർച്ചയായിരിക്കും. ശത്രുവിനെ താൽക്കാലികമായി അടിച്ചമർത്തിയെന്ന അഹങ്കാരത്തിൽ ട്രംപ് നിൽക്കുമ്പോൾ ഈ ആക്രമണം ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കാനും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു പുതിയ ആഗോള സഖ്യത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കാനുമാണ് കാരണമായിരിക്കുന്നത്. യുദ്ധക്കളത്തിലെ താൽക്കാലിക വെടിക്കെട്ടുകളെ ഒരു ദീർഘകാല തന്ത്രപരമായ വിജയമാക്കി മാറ്റാൻ ട്രംപിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം പകച്ചു നിൽക്കുകയാണ്. ഒരു സാമ്രാജ്യത്തിന്റെ അഹന്തയ്ക്ക് നയതന്ത്രത്തിന്റെ പക്വതയില്ലെങ്കിൽ സംഭവിക്കുന്ന ദൂരവ്യാപകമായ തിരിച്ചടികളുടെ തുടക്കമാണ് നാം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കാണുന്നത്. ട്രംപ് ഭരണകൂടം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾക്കും നാവികസേനയ്ക്കും വലിയ നാശം വിതച്ചുവെന്ന് അമേരിക്ക വീമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണ വിധേയമാക്കുകയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വേഗത്തിലുള്ള വിജയം പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ദീർഘകാല പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. മുൻ മിഡിൽ ഈസ്റ്റ് നയതന്ത്രജ്ഞനായ ആരോൺ ഡേവിഡ് മില്ലർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ട്രംപിന്റെ ഈ യുദ്ധനയം ഒരു ഹ്രസ്വകാല സൈനിക വിജയം എന്നതിൽ നിന്ന് ദീർഘകാല തന്ത്രപരമായ പരാജയം എന്ന നിലയിലേക്ക് മാറുകയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയുടെ അത്യാധുനിക സൈനിക ശക്തിക്കെതിരെ ഇറാൻ ഇപ്പോഴും നിലകൊള്ളുന്നതും തങ്ങളുടെ ഭരണകൂടം നിലനിർത്തുന്നതും ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ്. യുദ്ധത്തിന്റെ അന്തിമ ലക്ഷ്യങ്ങളായ ഇറാന്റെ ആണവ നിരായുധീകരണം, പ്രോക്സി സായുധ സംഘങ്ങൾക്കെതിരായ നിയന്ത്രണം, ഭരണകൂടത്തെ ദുർബലപ്പെടുത്തൽ എന്നിവയിൽ ഒന്നിലും വ്യക്തമായ നേട്ടം കൈവന്നിട്ടില്ല എന്നാണ് നിരീക്ഷണം. ഇതിനിടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന കമാൻഡർമാർ അമേരിക്കയും ഇസ്രയേലും അബു മൂസ ദ്വീപിനെ ലക്ഷ്യമാക്കി നടത്തിയ ശക്തമായ ആക്രമണങ്ങളെ ഇറാൻ വിജയകരമായി ചെറുത്തുവെന്ന് അവകാശപ്പെട്ടു. IRGC ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ നഖ്തിയുടെ വാദപ്രകാരം അബു മൂസ ദ്വീപിലേക്ക് 2100-ലധികം പ്രൊജക്ടൈലുകളും നൂറുകണക്കിന് ഉപരിതല മിസൈലുകളും പ്രയോഗിച്ചെങ്കിലും ഇറാനിയൻ സേന പ്രതിരോധം തകർക്കാൻ അനുവദിച്ചില്ല. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ സൈനികർ പോലും ഈ തിരിച്ചടിയിൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 282 ശത്രു സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും നൂറുകണക്കിന് സൈനികരെ ഇല്ലാതാക്കിയെന്നുമാണ് ഇറാന്റെ മറ്റൊരു അവകാശവാദം. ഇതിന്റെ സത്യാവസ്ഥ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും യുദ്ധത്തെ അമേരിക്കൻ ആക്രമണത്തെ അതിജീവിച്ച ഇറാന്റെ ദേശീയ പ്രതിരോധം എന്ന രീതിയിൽ അവതരിക്കപ്പെടാനാണ് ഇറാന്റെ ശ്രമം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം ഭരണകൂട മാറ്റമായിരുന്നുവെങ്കിലും എന്നാൽ അതിനു പകരം ഇറാനിയൻ ദേശീയ ഐക്യം ശക്തിപ്പെട്ടുവെന്നുമാണ് ഇറാനിയൻ വാദം. ഇറാന്റെ ആണവ പദ്ധതിയും ഇപ്പോഴും ലോകശ്രദ്ധയുടെ കേന്ദ്രത്തിൽ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് ശേഷവും അത്യധികം സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ സംരക്ഷിച്ചിട്ടുണ്ടാകാമെന്നാണ് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം അമേരിക്ക അംഗീകരിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തിന്റെ ആയുധ നിലവാരമുള്ള യുറേനിയം വിദേശത്തേക്ക് അയക്കരുതെന്ന് പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ അലി ഖമേനി ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഈ യുദ്ധം ഇറാനെ ഉത്തര കൊറിയയുടെ മാതൃകയിൽ കൂടുതൽ വേഗത്തിൽ ആണവായുധ വികസനത്തിലേക്ക് നയിക്കാമെന്ന ആശങ്കയും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആണവ പ്രതിരോധശേഷി സ്വന്തമാക്കുകയാണ് എന്ന ധാരണ ഇറാനിൽ ശക്തിപ്പെട്ടിരിക്കാമെന്നാണ് ചില സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ സമ്മർദ്ദവും ട്രംപിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഘടകം തന്നെയാണ്. 2ാം കാലാവധിയിലേക്ക് മത്സരിക്കുമ്പോൾ പുതിയ യുദ്ധങ്ങളിൽ അമേരിക്കയെ ഇടപെടുത്തില്ല എന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് ഇപ്പോൾ ജനപ്രീതിയില്ലാത്ത ഒരു വിദേശ യുദ്ധത്തിന്റെ നടുവിലാണ്. ഉയർന്ന എണ്ണവിലയും സാമ്പത്തിക സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ ബാധിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടികളിലും യുദ്ധത്തെക്കുറിച്ചുള്ള ഏകകണ്ഠ പിന്തുണയിൽ വിള്ളലുകൾ പ്രകടമാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും യുദ്ധത്തിന്റെ ഭീഷണി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.
പുതിയ ആക്രമണങ്ങൾ ഉണ്ടായാൽ മേഖലയ്ക്ക് പുറത്തേക്കും വ്യാപിക്കുന്ന ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും ഇറാൻ കൂടുതൽ നിയന്ത്രണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ മാത്രമല്ല ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കുന്ന ദീർഘകാല പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത.